ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ, ഈ ക്യാൻവാസിലെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ വൈറ്റ് കളറാണല്ലോ ക്രിയേറ്റ് ആക്കുമ്പോൾ കൊടുത്തത്, ആ വൈറ്റ് കളർ എങ്ങനെയാണ് ചേഞ്ച് ആക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മുകളിലുള്ള എല്ലാ ലെയറും ഹൈഡ് ആക്കി വെക്കാം. ശേഷം ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ലോക്ക് എടുക്കുക. വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലോക്ക് എടുക്കണം, അല്ലാതെ ഇപ്പോൾ ആ ഒരു ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആ ലെയറിൽ വരുന്നതായിരിക്കില്ല. ലെയർ ലോക്ക് എടുത്തതിന് ശേഷം ഇപ്പോൾ ലെയർ ടൂൾസിൻ്റെ താഴെയായിട്ട് രണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉള്ളത് ഫോർഗ്രൗണ്ട് കളറും അതിൻ്റെ ബാക്കിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അത് പറയുന്നതാണ് ഫോർഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ രണ്ടും വരുന്നത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് തന്നെയാണ്. അതിലിപ്പോൾ ഫോർഗ്രൗണ്ട് കളറിൽ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഈ ഒരു ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് Ctrl+Backspace അടിച്ചാൽ മതി. Ctrl+Background അതിലെ ഫോർഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോർഗ്രൗണ്ട് കളർ ഡബിൾ ക്ലിക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് ആ ഒരു കളർ ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കുക. ഓക്കെ ആയതിനു ശേഷം ആ ഫോർഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ Alt+Backspace അടിക്കുക. അപ്പോൾ നിങ്ങളെ ഫോർഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ആയിട്ട് വന്നിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ Ctrl+Backspace അടിച്ചാൽ മതി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറായിരിക്കും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ആയിട്ടുണ്ടാവുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചേഞ്ച് ആക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ക്യാൻവാസ്, നിങ്ങൾ ആ ഒരു ക്യാൻവാസ് സൂം ആക്കാനും സൂം ഔട്ട് ആക്കാനും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മൗസിൽ സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സൂം ഇന്നും സൂം ഔട്ട് ആവുന്നതാണ്. അതല്ലാണ്ട് Ctrl++ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ കുറേ ഷോർട്ട് കീസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് പിന്നീട് ചെയ്യുമ്പോൾ പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ടൂൾസിൻ്റെ ഷോർട്ട് കീസ് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ടൂളിൻ്റെയും മുകളിൽ വെക്കുമ്പോൾ അതിൻ്റെ ഷോർട്ട് കീ അതിൽ തന്നെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ടാക്കി വെച്ചാൽ മതി, നല്ലതായിരിക്കും. ഇനി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് വൈറ്റിലേക്ക് തന്നെ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറിൽ വൈറ്റ് കൊടുത്തതിന് ശേഷം Ctrl+Backspace, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൽ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ ഹൈഡാക്കി വെച്ച ലെയേഴ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ക്യാറ്റിൻ്റെ ആ ഒരു ക്യാറ്റ് ലെയർ അവിടെ ഉണ്ടാവും. ക്യാറ്റിൻ്റെ ഇമേജ് ഈ ക്യാൻവാസിലായിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് കാണുന്നില്ല, എവിടെ ഉണ്ടെന്നത് കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ലെയർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോയാൽ മതി. അതായത് ആ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ബാക്കിലായിട്ടാണ് ക്യാറ്റ് ലെയർ ഉണ്ടായത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നുള്ളത് മൂവ് ടൂളാണ്. ആദ്യമായിട്ടുള്ളത് മൂവ് ടൂൾ. മൂവ് ടൂൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമേജോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ മൂവ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൂള് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ മൂവ് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ടൂളാണ് മൂവ് ടൂൾ. അതുപോലെ മൂവ് ടൂൾ വരുന്ന പ്രോപ്പർട്ടീസ് ആണ് മെനു ബാറിൻ്റെ താഴെയായിട്ട് കാണുന്നുള്ളത്. മൂവ് ടൂളിൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് കാണുന്നത് അലൈൻമെൻ്റ് ആണ്. ഇത് അലൈൻമെൻറ്റിനെയാണ് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ആ ഒരു ഇമേജ് ക്യാൻവാസിലേക്ക് അലൈൻമെൻ്റ് ആക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ക്യാറ്റ് ലെയർ എടുക്കുന്നു, ജസ്റ്റ് ഇവിടെ വെക്കുന്നു. ഇനി ഞാൻ ഒന്ന് അലൈൻമെൻ്റ് ഒന്ന് കറക്റ്റ് ആക്കി വെക്കുന്നു. അതായത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പ് ലെയറോ അല്ലെങ്കിൽ ഇമേജ് ലെയറോ എന്താണെങ്കിലും അലൈൻമെൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇനി മൂവ് ടൂൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓട്ടോ സെലക്ട് ആണ്. ഓട്ടോ സെലക്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഓട്ടോ സെലക്ട് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്, ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു ഇമേജ് സെലക്ട് ആക്കുന്നു. ഇപ്പോൾ ഈ ഒരു ക്യാറ്റിൻ്റെ ഇമേജ് സെലക്ട് ആക്കുന്നു. അതേപോലെ ക്ലിക്ക് ചെയ്ത് ബേർഡിൻ്റെ ഇമേജും സെലക്ട് ആക്കുന്നു. ഇനി ഞാൻ ആ ഓട്ടോ സെലക്ട് ഒന്ന് ഓഫ് ആക്കിയതിന് ശേഷം ക്യാറ്റിൻ്റെ ഇമേജ് സെലക്ട് ആക്കുമ്പോൾ അത് ഏത് ലെയറാണോ ഫസ്റ്റ് സെലക്ട് ആക്കി വെച്ചത് ആ ലെയർ ആയിരിക്കും മൂവ് ആകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു ഓട്ടോ സെലക്ട് എപ്പോഴും ഓൺ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി വെക്കുക. അതിനുശേഷം എന്താ അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതാണോ അതായിരിക്കും മൂവ് ആകുന്നത്. പിന്നെയുള്ളത് ഷോ ട്രാൻസ്ഫോം കൺട്രോൾസ് ആണ്. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ക്യാറ്റിൻ്റെ ഇമേജ് ഇപ്പോൾ ഒന്ന് സെലക്ട് ആയി, നമ്മൾ ഒന്ന് ക്ലിക്ക് ലെയർ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഷോ ട്രാൻസ്ഫോം കൺട്രോൾസ് ഓഫ് ആക്കിയാൽ ആ ഒരു സെലക്ഷൻ കാണിക്കത്തില്ല, പക്ഷേ സെലക്ട് ആയിട്ടുണ്ടാവും, സെലക്ഷൻ കാണിക്കുന്നില്ല.
അങ്ങനെ വരുമ്പോൾ ഷോ ട്രാൻസ്ഫോം കൺട്രോൾസ് ഒന്ന് ഓൺ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു സെലക്ട് കാണിക്കുന്നതായിരിക്കും. ഇതാണ് മൂവ് ടൂളിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ളത്.